കരുണ നിറഞ്ഞൊരു സ്നേഹപിതാവേ, തേടി വന്നെന്നെ നീ വീണ്ടെടുത്തു. 2 ദിവസം മുമ്പ് കണ്ണൂരിൽ വെച്ച് കേരളത്തിലെ എല്ലാ ലത്തീൻ രൂപതകളിലെ മൈനർ സെമിനാരി ഫോർമാറ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രൊപ്പറേറ്റീവ് ഇയറിൽ പ്രത്യേകമായി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ ബന്ധപ്പെടുത്തിയുള്ളൊരു മീറ്റിംഗാണ്. ഭാവി തലമുറയിലെ വൈദികരെക്കുറിച്ച് ഒത്തിരി ആശങ്കകളും ഒത്തിരി പ്രതീക്ഷകളുമൊക്കെ അവിടെ വന്ന ഓരോ ഫോർമാറ്റേഴ്സും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ രൂപതകളും അവർ രൂപതയിലെ ഓരോ വൈദിക വിദ്യാർത്ഥികളെയും നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി പ്രതീക്ഷകളോടെ ഒരു മുതിർന്ന വൈദികൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: നമ്മളൊക്കെ ഈ കുട്ടികളെ ഈ ഫോർമേഷനിലൂടെ പഠിപ്പിക്കേണ്ടത് മറ്റൊരു ക്രിസ്തുവാകാനായിട്ടാണ്. പല പ്രാവശ്യം ഈ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഒത്തിരി വൈദിക വിദ്യാർത്ഥികളെ ഫോം ചെയ്ത് അതിൻ്റെ വെളിച്ചത്തിൽ നിന്നൊരു മുതിർന്ന വൈദികൻ അത് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ആ വാക്കുകൾക്കൊരു വ്യത്യസ്തത തോന്നി. ഫോർമേഷനിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടികളെയൊക്കെ മറ്റൊരു ക്രിസ്തുവാക്കാൻ എളുപ്പത്തിൽ പറ്റുന്നുണ്ടോ? എന്തുമാത്രം കഷ്ടപ്പാടാണ്. കുറേ ബോധ്യങ്ങളും മൂല്യങ്ങളും നൽകാൻ ആഗ്രഹിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒത്തിരി കാര്യങ്ങൾക്കിടയിൽ അവർ മറ്റൊരു ക്രിസ്തു എന്തെങ്കിലുമൊക്കെ ആകുന്നുണ്ടോ? അല്ലെങ്കിൽ അവരാകാനുള്ളൊരു ക്ഷണത്തിലേക്ക് എത്തുന്നുണ്ടോ? ഈ ഗോസ്പല് ഓരോ ക്രിസ്ത്യനും നൽകുന്നൊരു ക്ഷണമാണ്. വൈദികരാകാൻ ആഗ്രഹിച്ച് വിളിക്കപ്പെട്ടവർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ ഗോസ്പല്. യേശു ഇന്നത്തെ ഗോസ്പലിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കണ്ടീഷൻ ഇതാണ്: നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ. കാര്യം ഈ വാക്കിലാണ് എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകണം. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഇനി ഫോം ചെയ്യപ്പെടേണ്ടത് ഉള്ളിൽ ക്രിസ്തു ഉള്ളവരാകാനുള്ള ക്ഷണമാണ്. ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് നമുക്ക് അത്യാവശ്യമാണ്. ഈ അത്യാവശ്യത്തിലേക്ക് നമ്മളെല്ലാവരും എത്തുന്നുണ്ടോ? പണ്ടൊക്കെയുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയായിരുന്നാൽ മതി എന്നുള്ളതാണ്. ആ ക്രിസ്ത്യാനിയുടെ ഒരു പ്രത്യേകത അത് അവൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. ഈ പിന്നാലെ പോയ കാലമൊക്കെ കഴിഞ്ഞു. പിന്നാലെ പോയവരൊക്കെ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചവരാണോ? ക്രിസ്തുവിൻ്റെ പിന്നാലെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതേ കണക്കൊരു ജനക്കൂട്ടമാണല്ലോ ആ ക്രിസ്തുവിനെ കൊല്ലണമെന്ന് മുറവിളി കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം തെളിച്ചം കിട്ടും: ഈ പിന്നാലെ പോയവരെല്ലാവരും ക്രിസ്തുവിനെ ഉള്ളിൽ സൂക്ഷിച്ചവരൊന്നുമല്ല. ഈ ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളത് അത് കുറച്ചും കൂടി അടുത്തൊരിടപെടലാണ്. ക്രിസ്തുവിലുള്ളവരാകിയാൽ. ക്രിസ്തു ബോധപൂർവം ഉപയോഗിച്ച വാക്കാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഇനി ക്രിസ്തുവിലുള്ളവരാകണം, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നവരാകണം. അങ്ങനൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്ന് ഈ ഭൂമിക്ക് അത്യാവശ്യം. അങ്ങനെ ക്രിസ്തു ഉള്ളിൽ വഹിക്കുന്ന ഓരോരുത്തരും ചെറിയൊരു ഇടർച്ച പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇടർച്ച കൊടുത്താൽ തിരികല്ല് കെട്ടി അവനെ കടലിൽ താഴ്ത്തണമെന്നൊക്കെ ക്രിസ്തു പറയുമ്പോൾ എത്ര സ്ട്രോങ് ആണ് ആ വേർഡുകളൊക്കെ. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തു ഉള്ളിൽ വഹിക്കുന്നവനെ അവസാനം വരെ അതേ കണക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ്റെ സർക്കംസ്റ്റൻസ് പോലും അനുവദിക്കണമെന്നുള്ളതാണ്. ചുറ്റുമുള്ള മനുഷ്യർ പോലും അവനെ ആ പാത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഗോസ്പല് നമുക്ക് ഓരോരുത്തർക്കും ഒരു ചലഞ്ചാണ്. നമ്മളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ക്രിസ്തു ഉള്ളിലുള്ളവരാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്പിരിച്വാലിറ്റിക്ക് മാത്രമേ ഇനി ഈ കാലത്തിൽ നമുക്ക് വ്യത്യസ്തത നൽകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തിന് വ്യത്യസ്തത നൽകാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുപമ സ്നേഹം അനുദിനമെന്നെ അഴലുകളില്ലാതെ പോറ്റിടുന്നു. തിരുക്കരത്താലേ തഴുകിയെന്നുള്ളിലെ നൊമ്പരമെല്ലാം അകറ്റിടുന്നു. അനുപമ സ്നേഹം അനുദിനമെന്നെ അഴലുകളില്ലാതെ പോറ്റിടുന്നു. തിരുക്കരത്താലേ തഴുകിയെന്നുള്ളിലെ നൊമ്പരമെല്ലാം അകറ്റിടുന്നു.
തിരുവഴി വിട്ടു ഞാൻ അകന്നൊര നാളിൽ അറിഞ്ഞിരുന്നില്ല ഞാൻ നിന്റെ സ്നേഹം. തിരുവഴി വിട്ടു ഞാൻ അകന്നൊര നാളിൽ അറിഞ്ഞിരുന്നില്ല ഞാൻ നിന്റെ സ്നേഹം. കരുണ നിറഞ്ഞൊരു സ്നേഹപിതാവേ, തേടി വന്നെന്നെ നീ വീണ്ടെടുത്തു. കരുണ നിറഞ്ഞൊരു സ്നേഹപിതാവേ, തേടി വന്നെന്നെ നീ വീണ്ടെടുത്തു. മാറോടു ചേർത്തു നീ ഓമനിച്ചു. അനുപമ സ്നേഹം അനുദിനമെന്നെ അഴലുകളില്ലാതെ പോറ്റിടുന്നു. തിരുക്കരത്താലേ തഴുകിയെന്നുള്ളിലെ നൊമ്പരമെല്ലാം അകറ്റിടുന്നു. അങ്ങെനിക്കേകിയ നന്മകളെല്ലാം ഓർക്കുന്നു നാഥ നന്ദിയോടെ. അങ്ങെനിക്കേകിയ നന്മകളെല്ലാം ഓർക്കുന്നു നാഥ നന്ദിയോടെ. ഇനിയുള്ള കാലം പിരിയില്ല നിന്നെ ഞാൻ, നീ മാത്രമാണെന്നെ അറിയുന്നവൻ. ഇനിയുള്ള കാലം പിരിയില്ല നിന്നെ ഞാൻ, നീ മാത്രമാണെന്നെ അറിയുന്നവൻ. നിൻ സ്നേഹമാണെൻ്റെ ആത്മബലം. അനുപമ സ്നേഹം അനുദിനമെന്നെ അഴലുകളില്ലാതെ പോറ്റിടുന്നു. തിരുക്കരത്താലേ തഴുകിയെന്നുള്ളിലെ നൊമ്പരമെല്ലാം അകറ്റിടുന്നു. അനുപമ സ്നേഹം അനുദിനമെന്നെ അഴലുകളില്ലാതെ പോറ്റിടുന്നു. തിരുക്കരത്താലേ